അപ്പൊ കുറച്ചു നാളായി നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുറത്തു പോകാൻ പറ്റാത്തൊരു കുറച്ച് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണമാണ്. അപ്പോ ഇന്ന് ഒരു ചെറിയൊരു ആഗ്രഹത്തിന്റെ പിന്നാലെയുള്ള പോക്കാണ്. നമ്മള് S23 അൾട്ര ഒന്ന് ജസ്റ്റ് ഒന്ന് മേടിക്കാന്നുള്ള ഒരു ഇതില് പോവാണ്. അപ്പോ നമുക്ക് EMI കാര്യങ്ങളും നോക്കിയിട്ട് പറ്റാന്ന് വെച്ചാൽ അത് എടുക്കാം. കുറച്ച് നാളായി നമ്മളിങ്ങനെ വേണം വേണ്ടാന്ന് വെച്ച് നിൽക്കണു. എന്റെ ഇടയിൽ കുറെ ഗീവവേയിലൊക്കെ പങ്കെടുത്തു. പക്ഷെ ഒന്നും കിട്ടാണ്ടായി. നമ്മൾ അവസാനം രണ്ടും കൽപ്പിച്ച് EMI എടുക്കാന്ന് വെച്ചിട്ട് പോവാണ്. അപ്പോ ഇത്തിരി ഇരുട്ടിയിട്ടുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. തൃശ്ശൂര് മറ്റേ മൈജി അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് എവിടെ നിന്ന് നല്ലൊരു ഓഫറിൽ കിട്ടുന്നു നമുക്ക് അവിടെ നിന്ന് ഫോൺ എടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പോ വായോ അവിടെ. അപ്പോ നമ്മള് ഒന്ന് രണ്ട് സ്ഥലം കറങ്ങിയിട്ട് അവസാനം മൈജിയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് കയറി വരുമ്പോ വീഡിയോ എടുക്കാൻ വിചാരിച്ചു, നടന്നില്ല. അപ്പൊ അവസാനം ഇത് EMI കാര്യങ്ങളൊക്കെ ആയി അവിടെ നിൽക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോണിന്റെ അൺബോക്സിങ്ങും കഴിഞ്ഞു. അപ്പോൾ EMI പ്രൊസീജിയറുള്ള കാരണം അത് വീഡിയോ എടുക്കണം എന്നുള്ളത് പെട്ടെന്ന് മൈൻഡിൽ വന്നില്ല. അപ്പോൾ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫോണിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാണ്. ജസ്റ്റ് മൈജിയിലെത്തി. S24 അൾട്രാണ് എടുത്തിട്ടുള്ളത്. S23 എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വന്നെങ്കിലും ഇവര് കൺവിൻസ് ചെയ്ത് അത് S24 അൾട്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോ കുറച്ചു നേരം EMI കാര്യങ്ങളൊക്കെ കേട്ട് പോയി. അപ്പോ ഈ ചേട്ടൻ ഇതിനെ കുറിച്ച് ചെറിയൊരു സ്പെക്ട് ഇപ്പൊ ഒരു എല്ലാവർക്കും അറിയാം. ഫോൺ ഇറങ്ങിയിട്ട് 4-5 മാസമായിട്ടുണ്ട്. എന്നാലും കുറച്ച് ചെറിയൊരു മേജർ സ്പെക്ട് നമുക്ക് ഈ ചേട്ടൻ പറഞ്ഞുതരും. ചേട്ടാ പേര് നിത്യാനന്ദ്. ചേട്ടാ ഇതിനെ കുറിച്ച് എന്തെങ്കിലും? ഇതിപ്പോ നമ്മള് വേൾഡിലെ ഏറ്റവും ആദ്യത്തെ AI ഫോണാണ്. പിന്നെ ബോഡി അപ്പിയറൻസ് വരുന്നത് ടൈറ്റാനിയാണ് വരുന്നത്. പിന്നെ വിക്ടേഴ്സ് ആർമറാണ് ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് വരുന്നത്. പിന്നെ ഇപ്പോ ആൻഡ്രോയിഡിലെ ഏറ്റവും നമ്പർ 1 പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈനാമിക് AMOLED QHD+ ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ അറിയാലോ S Pen അത് സാംസങ്ങിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. ഓൾമോസ്റ്റ് ബെറ്റർ മോഡലാണ്. ക്യാമറ പാർട്ട് വരുമ്പോൾ ഇതിൽ 200 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് 100x സൂമിലാണ് ചേരുന്നത്. അപ്പോ ചെറിയൊരു സ്പെക്ട് അതിന് നമുക്ക് നോക്കുമ്പോ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇനി ഇതിന്റെ ബില്ലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോ താങ്ക് യു ചേട്ടാ. അപ്പോ നമ്മള് S24 അൾട്ര എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ S24 അൾട്ര എടുക്കാൻ പോയതല്ല, S23 അൾട്ര എടുക്കാനാണ് പോയത്. അപ്പോ അവിടെ എത്തി നമ്മൾ സംസാരിച്ചപ്പോ അവരിന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഇപ്പോ നിസാര EMIക്ക് വ്യത്യാസമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ നോക്കിയപ്പോ നമ്മൾ നേരെ S24 അൾട്രയ്ക്ക് ചാടിയതാണ്. അപ്പോ ഇതിന്റെ ഉള്ളില് അൺബോക്സിംഗ് ഒക്കെ ഒരു തവണ കഴിഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളില് നമ്മുടെ ഹൈറ്റ് ഇരിക്കുന്നുണ്ട്. S24 അൾട്ര ബ്ലാക്ക് കളർ. അപ്പോ ഇതിപ്പോ ഉപയോഗിച്ചിട്ട് ഒരാഴ്ചയാവുന്നു. അപ്പോ നമുക്ക് അവിടെ നിന്ന് ഇതിന്റെ കൂടെ ഒരു സ്ക്രീൻ ഗാർഡും അതേപോലെ തന്നെ ഒരു കേസും തന്നിട്ടുണ്ട്. ഇത് പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതിന് ഒരു വർഷത്തെ മറ്റേ ഇൻഷുറൻസ് പോലത്തെ ഒരു ഇതും കൂടി നമുക്ക് അവര് ഓഫറിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു 3 ഐറ്റാണ് തന്നത്. അതേപോലെ തന്നെ അവർ തന്നത് 45 വാട്ടിന്റെ PD ചാർജറാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോ ഈ ചാർജറിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ചെയ്യട്ടെ ഇതിനെ കുറിച്ച് പറയാം. ഇതിന്റെ ഉള്ളില് നോർമലായിട്ട് മറ്റേ ബുക്കും പേപ്പറും സിം എജക്ടർ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ബുക്കും പേപ്പറും ഉണ്ട്. പിന്നെ ഈ കേബിൾ തന്നിട്ട് ഇതിന്റെ ഉള്ളില് ഓൾറെഡി ഒരു കേബിൾ ഉണ്ട്. ഇതിന്റെ ഉള്ളിലുള്ളതുപോലെ മറ്റേ ഇജക്റ്റിംഗ് പിന്നുണ്ട് ഇതിന്റെ ഉള്ളില്. ഈ കേബിൾ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇത് സാധാ കമ്പനി തന്ന കേബിൾ ഉപയോഗിച്ചിട്ട് ഉള്ള അതാണ് കാണിച്ചു തന്നത്. വെറും മറ്റേ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കാണിക്കുന്നുള്ളൂ. അപ്പോ ഈ മറ്റേ പവർ അഡാപ്റ്ററിന്റെ കേബിളിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് ആർക്കെങ്കിലും അറിയിങ്ങ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടോളൂട്ടാ. അപ്പോ ഇവര് തന്ന ചാർജിങ്ങും മറ്റേ പവർ അഡാപ്റ്ററും ഒന്ന് കാണിച്ചിട്ടുള്ളായിരുന്നു. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എന്നുള്ളത്. ഒരു മിനിറ്റ് ഇവിടെ കാണിക്ക്. കണ്ട സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0. ഇത് ഇവരുടെ മറ്റേ കനുള്ള കേബിൾ ഉപയോഗിച്ചിട്ട് കാണിക്കുമ്പോഴാണ്. ഇത് ഇനി നോർമലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോ ഈ കേബിള് വഴി ചെയ്യുമ്പോൾ ഡാറ്റ കയറ്റായാലും ചാർജ് ചെയ്യുമ്പോഴായാലും ചെറിയൊരു വ്യത്യാസം
എന്തായാലും ഉണ്ട്. സാംസങ് S24 അൾട്ര എന്ന് പറയുന്നത് വേൾഡിലെ ആദ്യത്തെ AI ഫോൺ. ഇതുവരെ ഒരാഴ്ച ഉപയോഗിച്ചാലൊന്നും AI ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, അത് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെന്താ പറയാ, മറ്റേ സ്നാപ്ഡ്രാഗന്റെ Gen 3 പ്രോസസ്സറുള്ള ഫോൺ അത്രയൊക്കെ തന്നെ. അതില് ഒരു S Pen വരുന്നുണ്ട്. S Pen കൊണ്ട് പടം വരയ്ക്കാൻ അറിയണവർക്ക് എന്തെങ്കിലുമൊക്കെ കുത്തി കൂറി വരയ്ക്കാൻ പറ്റും. അത് ശരിക്കും ഉപയോഗിക്കാൻ അറിയണവർക്ക്, അല്ലാത്തവർക്ക് ഇങ്ങനെ വെറുതെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കാം. പിന്നെ എന്താ പറയാ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഏറ്റവും പുതിയ മോഡലുള്ള ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബിൽഡ് ക്വാളിറ്റി അതുമുണ്ട്. അപ്പോ S22 അൾട്ര ഇറങ്ങിയപ്പോ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു പ്രീമിയം ഫോൺ എടുക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ മാറ്റി വെച്ചു. S23 അൾട്ര ഇറങ്ങി, അപ്പോഴിങ്ങനെ ഫണ്ടിന്റെ ഇഷ്യൂ ഒന്നും മാറ്റി വെച്ചു. പിന്നെ ഇങ്ങനെ എന്തോന്നറിയില്ല, പെട്ടെന്ന് എടുക്കാന്ന് തോന്നി, അങ്ങനെ പോയതാണ് S23 അൾട്ര എടുക്കാനായിട്ട്. അപ്പൊ പിന്നെ അവരവിടെ എത്തിയപ്പോ പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെ എടുത്തോ, S24 അൾട്ര എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ S24 അൾട്ര എടുത്തത്. അപ്പോ ഇത് അവിടെ നമ്മൾ ഷോറൂമിൽ ഓൾറെഡി വീഡിയോ എടുക്കാന്നൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ എന്താണെന്നറിയില്ല, അവിടെ എത്തിയപ്പോ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. ചെറിയ 1-2 വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടാവും ഇത് കാണുന്നുണ്ടാവുക. അപ്പോ ഇതിന്റെ കുറച്ച് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ കാണിക്കാം. ഇതെന്തോ ഒരു അപ്ഡേറ്റ് വരാണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റേ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ മറ്റേ 100x ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ആ വീഡിയോയിൽ കാണുന്ന ഒരു ക്ലാരിറ്റി ഒന്നും എനിക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നു വല്ല അപ്ഡേറ്റിൽ ശരിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അതേപോലെ തന്നെ ഇതിൽ മറ്റേ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതില് ഫിംഗർ പ്രിന്റ് എന്നൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചില സമയത്ത് അത് ഓൺ ആവില്ല, അങ്ങനെ വെറുതെ നിന്ന് കാണിക്കുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്താ എറർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോ അതൊന്ന് അവിടുത്തെ ആളൊന്ന് വിളിച്ച് ചോദിക്കണം. സ്ക്രീൻ ഗാർഡ് ഇപ്പോ 1-2 ദിവസമായിട്ടുള്ള ഒട്ടിച്ചിട്ട്, അപ്പോ കുറച്ച് കാണിക്കുന്ന ഒരു എറർ. അപ്പൊ അതൊന്ന് ആളെ വിളിച്ച് ചോദിക്കണം. പറ്റാന്ന് വെച്ചാൽ പറിച്ചോളിയും, കേസ് മാത്രമായിട്ട് ഉപയോഗിക്കാം. അപ്പോ ഇത്രയൊക്കെ തന്നെയാണ്. ഇതിന് സ്പെക്ക് ഒന്നും ഞാൻ അധികം പറയണമെന്നില്ല, കാരണം ഇത് ഇറങ്ങിയിട്ട് ഇപ്പോ എന്തായാലും 5-6 മാസമായിട്ടുണ്ട്. ഇതിന്റെ ടെക്കുകൾ തന്നെ പറഞ്ഞ് ഒരുവിധം ആയിട്ടുണ്ട്. ഇപ്പോ 1.24 വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 1.24 എടുക്കുമ്പോ എന്നോട് എല്ലാവരും വന്ന് ഐഫോൺ എടുത്താൽ പോരെന്നാ. എന്താണെന്നറിയില്ല, പക്ഷെ ഒരു 1.24 കൊടുത്തിട്ട് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. ഇങ്ങനെ ഫീൽ ചെയ്യണവര് വന്നിട്ട് മറ്റേ പൊങ്കാലിടാനും നിൽക്കണ്ട. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് S24 കാണാം. അപ്പൊ ശരി, ഇത്രയ്ക്കേ ഉള്ളൂ നമുക്ക് ചെറിയൊരു വീഡിയോ. അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യം കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ.